എത്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ. വലിയൊരു ഡൗട്ടിനെ കൃത്യമായി ക്ലാരിഫൈ ചെയ്യുന്ന യേശുവിനെയാണ് നാം ഇന്ന് കാണുന്നത്. രക്ഷകന്റെ വരവിന് മുമ്പ് ഏലിയ പ്രവാചകന് വരേണ്ടിയിരിക്കുന്നുവെന്ന് യഹൂദരുടെ ഒരു പ്രതീക്ഷ അന്നുണ്ടായിരുന്നു. ആ പ്രതീക്ഷയെക്കാത്താണ് അന്ന് യഹൂദജനം മുഴുവനും നിൽക്കുന്നത്. അതേ വിശ്വാസത്തിൽ തന്നെയാണ് യേശുവും ശിഷ്യന്മാരും. അവർക്കും വളരെ വ്യക്തമായിട്ടറിയാം ഏലിയ വരും. അപ്പോൾ ഈ സംശയം ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടെയാണ് ഏലിയ എന്നൊരു ചോദ്യത്തിലാണ് ഇന്ന് ശിഷ്യന്മാർ തുടങ്ങുന്നത്. മലമുകളിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ യേശു ആ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകുകയാണ്. ഉത്തരം നൽകുന്ന ക്രിസ്തു വളരെ വ്യക്തമായി സ്നാപയോഹന്നാനെയും ഏലിയയും തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. ആ കണക്ട് ചെയ്യുന്നത് പഴയ നിയമത്തിലെ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങളുടെ ബേസിലാണ്. കർത്താവിൻ്റെ മഹത്വവും ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിക്കാതിരിക്കാൻ അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കളിലേക്കും തിരിക്കും. ഇതാണ് ആ വചനം. അതായത് ക്രിസ്തുവിന് മുമ്പ്, രക്ഷയ്ക്ക് മുമ്പ് ഒരു പ്രവാചകൻ ഈ ഭൂമിയിലേക്ക് വരും. അത് ഏലിയാണ്. ഏലിയ കൃത്യമായി വന്ന് കടന്നു പോവുകയും ചെയ്തു. പക്ഷേ ഏലിയ അവർക്കാർക്കും മനസ്സിലാക്കിയില്ല. ഏലിയ വന്നതെന്നും പോയതെന്നും ഇവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. സെയിം ഇൻസിഡൻ്റാണ് സംഭവിക്കുന്നത് സ്നാപയോഹന്നാൻ വന്നു ക്രിസ്തുവിന് വഴിയൊരുക്കുന്നു. അതേ കണക്ക് അവരുടെ ഇടയിൽ നിന്ന് കടന്നു പോകുന്നു. പക്ഷെ അവർ മനസ്സിലാക്കിയില്ല. ഈ 2 പ്രവാചകന്മാർക്ക് സംഭവിച്ച ഒരേ കണക്ഷനെയാണ് ക്രിസ്തു ഇവിടെ പ്രതിപാദിക്കുന്നത്. നിങ്ങളിപ്പോഴും ഏലിയ വരാത്തതിനെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് സ്നാപയോഹന്നാൻ പോലും വന്നു കഴിഞ്ഞു. രക്ഷകന് വഴിയൊരുക്കുവാൻ വന്നവൻ പോലും വന്നു കഴിഞ്ഞു. സ്നാപയോഹന്നാനെക്കുറിച്ചും പ്രവചനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ പ്രവചനം പോലും ഇവിടെ പൂർത്തിയാക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും നിങ്ങൾ ഏലിയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കപ്പെടാതെ പോയ 2 പ്രവാചകന്മാരുടെ ദൗത്യത്തെ ഇന്ന് ക്രിസ്തു ശിഷ്യന്മാരുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയും ആ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകുകയും ചെയ്യുകയാണ്. എന്നിട്ട് ക്രിസ്തു വളരെ കൃത്യമായി പറയും, അതുപോലെ മനുഷ്യപുത്രൻ ഇനി പീഡനങ്ങൾ ഏൽക്കാൻ പോകുന്നുണ്ട്. അതായത് ഒരു എൻഡിങ് ടൈമിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ എൻഡിങ് ടൈമിൽ എത്തുമ്പോഴും നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രവാചകന്മാരെ കുറിച്ചാണ്. മനസ്സിലാക്കപ്പെടാതെ പോകുന്നത് എന്തുമാത്രം ദുരിതമാണെന്ന് ഇന്ന് സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികൾ കാലത്തിൻ്റെ തികവിൽ കൃത്യമായി പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ വേദന എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് ധ്യാനിച്ച് തിരിച്ചറിയണം. കാലങ്ങൾ കൃത്യമായി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും അന്നത്തെ ജനത ക്രിസ്തുവിനെ അല്ലെങ്കിൽ പ്രവാചക ദൗത്യത്തേക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അവർ നിൽക്കുകയാണ്. ഒടുവിൽ സംഭവിച്ചത് എന്താണ്? ക്രിസ്തുവിനെ പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ ക്രിസ്തു പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. കൃത്യമായി ദൈവത്തിൻ്റെ ദൗത്യമൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. കാലത്തിൻ്റെ തികവിൽ ദൈവം ഓരോ അടയാളങ്ങളും നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓരോ സമയത്തും നമ്മുടെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിക്കാനായി ചിലർ സംഭവിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിൻ്റേതായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഈ മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും മനസ്സിലാക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു ഈ ആഗമനകാലത്തിൽ നമുക്കെല്ലാവർക്കും ഒരു തെളിച്ചം കിട്ടേണ്ടത് ഈ പ്രവചനങ്ങളൊക്കെ കൃത്യമായി പൂർത്തിയാക്കപ്പെടുന്നു എന്നത് നാം തിരിച്ചറിയണം. അത് ലോകത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും കൃത്യമായി ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. വെറുതെ ഒന്ന് കണ്ണു തുറന്ന് ഹൃദയം വിശാലമാക്കി ധ്യാനിച്ചാൽ മതി, എല്ലാം വളരെ വ്യക്തമായി മനസ്സിലാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. ആ മാർവോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന ആ മാർവോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന
ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. അല്പം കൂടെ അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നതിന് കാരണമുണ്ട്. ശാപത്തിന്റെ കുരുക്കിൽ ആഴ്ന്നു കിടന്ന എന്നെ മഹാത്മ്യമുള്ള യാഗത്താൽ വീണ്ടെടുത്തു. നനയ്ക്കാത്ത നിക്ഷേപം എൻ്റെ മേൽ ഏകി. ശ്രേഷ്ഠന്മാരാൽ എന്നെ പന്തിയിലിരുത്തി. ഞാൻ ചിന്തിക്കാത്ത വാഗ്ദത്തം എൻ്റെ കുടുംബത്തിന് വേണ്ടി യേശു നൽകി. അതുകൊണ്ട് അല്പം പോലും അകലം വിട്ടു പോകാതെ ആ മാർവിലോട്ടൊന്ന് കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന ആ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഇനിയുള്ള നാൾ ഒട്ടും പാഴാക്കാതെ എന്നെ ഉയരത്തിലെ അപ്പനായി വേല ചെയ്യും. വിളഞ്ഞു കിടക്കുന്ന വയലിൽ മഹാത്മ്യമുള്ള യാഗത്താലേ വീണ്ടെടുത്തു ശാപക്കുരുക്കിൽ നിന്നും. മഹാത്മ്യമുള്ള യാഗത്താലേ വീണ്ടെടുത്തു ശാപക്കുരുക്കിൽ നിന്നും. ഞാൻ നനയ്ക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരാൽ പന്തിയിലിരുത്തി. ഞാൻ നനയ്ക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരാൽ പന്തിയിലിരുത്തി. തൃപ്തി വരും നേരം വരെ കാത്തിരും